കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന മുഖ്യകണ്ണി പിടിയിൽ കൂടല്ലൂർ സ്വദേശി ജോമോനാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്ന് അയാൾ എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയത്. ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളെ കാണും. നമ്മൾ ഇയാളെ പിടിക്കണമെന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടി പോയി ഇയാളെ പിടിക്കാനും കഴിഞ്ഞു. മറ്റപകടമൊന്നും ഉണ്ടായില്ല. ഗൂഡല്ലൂറാണ് രണ്ടുപേരുടെയും സ്ഥലം. അതിൻ്റെ അന്വേഷണം നടന്നു വരികയാണ്. ഇന്ന് രാവിലെ 9 മണിക്ക് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പ്രതിയെ എത്തിച്ചിട്ടുണ്ട്. ഉണ്ട്. അവിടുന്ന് ബൾക്കായിട്ട് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ചില്ലറ വിൽപ്പനയാണ് നടത്താറുള്ളത്. വേറെ കേസുകളുള്ളതായിട്ട് ഇവിടെ എറണാകുളത്ത് കേസുകളുള്ളതായിട്ട് കണ്ടില്ല. അതെ, കാളികാവ് എക്സൈസ് റേഞ്ച് ഓഫീസിലെ കേസാണ്. അത് 2022 നവംബറിലാണ് കേസെടുത്തത്. 2023 ജനുവരിയിൽ അത് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണത്തിനായി ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. അതെ. കർണാടക, ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് രാസലഹരി കേരളത്തിലേക്ക് എത്തുന്നത്. കഞ്ചാവിന്റെയും MDMA അടക്കം ഉറവിട കേന്ദ്രങ്ങളിൽ കയറി തന്നെ അടിച്ചു തുടങ്ങുകയാണ് പോലീസും എക്സൈസും ഒക്കെ. ബംഗളൂരിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന മുഖ്യ വിതരണക്കാരനാണ് പിടിയിലായത്. കൂടല്ലൂർ സ്വദേശി ജോമോനാണ് പിടിയിലായത്. 2022 മലപ്പുറം കാളികാവിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ സമഗ്ര അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത്. എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഘമാണ് പ്രതിയെ ബംഗളൂരിൽ നിന്ന് പിടികൂടിയത്. 2022 മലപ്പുറം കാളികാവിൽ കഞ്ചാവ് പിടിച്ച കേസിൽ എക്സൈസ് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് മുഖ്യകണ്ണി പിടിയിലായത്. കേരളത്തിൽ കഞ്ചാവ് വിതരണം നടത്തുന്നതിൽ പ്രധാനിയാണ് പിടിയിലായ ജോമോൻ. മലയാളിയും കൂടല്ലൂർ സ്വദേശിയുമായ ഇയാൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബാംഗ്ലൂരിൽ സ്ഥിര താമസക്കാരനാണ്. ഈ കഞ്ചാവ് നിരയായി 66 കിലോ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു കാളികാവ് റേഞ്ചിലേക്ക് ആ കേസെടുത്ത പരിധിയിലേക്ക് മാത്രമായിരിക്കില്ല. അത് ജില്ലയ്ക്ക് വെളിയിലേക്ക് പല ജില്ലയിലേക്കും പോകാനുള്ള സാധനമുണ്ട്. ഇത് ആദ്യമായല്ല. ഈ ടിയാന ഇതിനു മുമ്പ് തന്നെ 2022 പാലക്കാട് വെച്ച് പിടിച്ചിട്ടുണ്ട്. പാലക്കാട് വാളയാറിൽ വെച്ച് പിടിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് അന്വേഷണം മനസ്സിലാക്കുന്നത് കേരളത്തിലേക്ക് മൊത്തം ആന്ധ്രയിൽ നിന്ന് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന ലോബിയിലെ ഒരു പ്രധാന കണ്ണി തന്നെയാണ് പുള്ളി. ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് ഇയാൾ ബാംഗ്ലൂരിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നത്. തുടർന്ന് കേരളത്തിലെ ചില്ലറ വിൽപ്പനക്കാർക്ക് കഞ്ചാവ് വിതരണം ചെയ്യും. ഇയാളുടെ സുഹൃത്തായ ജസ്റ്റിനാണ് നേരത്തെ പിടിയിലായത്. ബൈക്കിന്റെ രഹസ്യ അറയിൽ നിന്ന് 66 കിലോ കഞ്ചാവാണ് അന്ന് പിടികൂടിയത്. സംഭവത്തിൽ ഇരുവരും കഞ്ചാവ് വിതരണം ചെയ്യുന്ന ചില്ലറ വിൽപ്പനക്കാരിലേക്കും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്.